പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിപാവനമായ പുണ്യതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലെ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ, 2018 ആണ്ടിലെ 12ാമത്തെ മാസം ഡിസംബർ മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ വർഷവും ഡിസംബർ മശിഹായുടെ തിരുപ്പിറവിയെ ആചരിപ്പാൻ വേണ്ടി അഖില ലോകവും ഒരുങ്ങുന്ന നാളുകളാണ്. വിശുദ്ധ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ സ്വയം വിശുദ്ധരാക്കി തീർത്തിട്ട് പരിശുദ്ധനായ മശിഹായെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിപ്പാൻ നാം ഒരുങ്ങുന്ന ദിനങ്ങളാണല്ലോ ഇത്. സഭാ കലണ്ടർ അനുസരിച്ച് സഭാ കലണ്ടർ വർഷം ആരംഭിക്കുന്നത് ഡിസംബറിന് ഒരു മാസം മുമ്പാണ്. സഭാ കലണ്ടർ ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ഞായറാഴ്ച സഭയുടെ ശുദ്ധീകരണ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. കൂദോസ് ഈത്തോ എന്ന് പിതാക്കന്മാരതിനെ വിളിച്ചു. സഭയുടെ ശുദ്ധീകരണം എന്നാണ് അതിൻ്റെ അർത്ഥം. സഭാമക്കളെല്ലാവരും അവരുടെ കറകളങ്കങ്ങളെ, പൂർവിക പാവങ്ങളെ, കാലപ്പഴക്കം കൊണ്ട് തങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള അരുതായികകളെ പരിപൂർണമായും തങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ട് സമ്പൂർണമായും തങ്ങളെ തന്നെ വിശുദ്ധ കുംഭസാരത്തിലൂടെ കഴുകി വെടിപ്പാക്കി നിർമ്മലരാക്കി ദൈവത്തിന് മുമ്പാകെ യോഗ്യത കണ്ടെത്തുകയാണ് ആ ഒരാഴ്ചക്കാലം ദൈവമക്കൾ ചെയ്യുന്നത്. രണ്ടാമത്തെ ഞായറാഴ്ച ഹൂദോസീത്തോ എന്ന് അറിയപ്പെടുന്നു. അത് സഭയുടെ പ്രതിഷ്ഠാ ദിനമാണ്. ശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കളെല്ലാവരും തങ്ങളെ തന്നെ തമ്പുരാൻ കർത്താവിന് പുനഃപ്രതിഷ്ഠ നടത്തുകയാണ്. കർത്താവെ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു, ഞങ്ങൾ നിൻ്റെ വകയാണ്, തിരുഹിതം ഞങ്ങളിൽ നിറവേറണം, ഞങ്ങൾ വിശുദ്ധരാണ്, ഞങ്ങളിൽ പരിലസിക്കണം, ഞങ്ങളെ പരിപാലിക്കണം, ഞങ്ങൾ തിരുഹിതത്തിനനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്നുള്ളതിൻ്റെ പുനരർപ്പണമാണ് ഹൂദോസീത്തോ. പിന്നീട് വരുന്ന ഞായറാഴ്ചകൾ അറിയിപ്പിൻ്റെ ഞായറാഴ്ചകളെന്നാണ് അറിയപ്പെടുന്നത്. സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് സഖറിയ മഹാപുരോഹിതന് ദൈവാലയത്തിലെ മഹാവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ ദൗത്യവാഹകനായി ഗബ്രിയേൽ മാലാഖ ദൂതറിയിക്കുന്നു. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഈ അറിയിപ്പിനെ തുടർന്ന് വിശുദ്ധ കന്യകമർത്തമറിയാം അമ്മയ്ക്ക് ദൈവത്തിൻ്റെ മാലാഖ ദൂത് അറിയിക്കുന്നു. അതേ തുടർന്ന് തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട സ്ത്രീ കന്യകയെങ്കിലും ഗർഭിണിയായിരിക്കുന്നു എന്നറിഞ്ഞ് രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ ഭവിക്കുന്ന യൗസേപ്പ് പിതാവിന് ദൈവദൂതൻ ദർശനമരുളി ചെയ്യുന്നു, അറിയിപ്പ് കൊടുക്കുന്നു. സംഭവിച്ചത് സത്യമാണ്, പക്ഷേ അത് മനുഷ്യനാലല്ല, ദൈവത്താലാണ്. ഈ മൂന്നാമത്തെ അറിയിപ്പും കഴിഞ്ഞ് ദൈവമക്കളെ വീണ്ടും കർത്താവിൻ്റെ ജനനത്തിൻ്റെ അനുഗ്രഹീതമായ നാളുകളിലേക്ക് അടുക്കുകയാണ്. മശിഹായുടെ തിരുപ്പിറവി അത് നമ്മുടെ ജീവിതത്തിൽ യോഗ്യതയോടെ, വിശുദ്ധിയോടെ, അർഹതയോടെ, സമർപ്പണത്തോടെ ഒരിക്കൽ കൂടെ ആചരിപ്പാൻ നാം ഒരുങ്ങുമ്പോൾ ഈ അനുഭവത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ വേണ്ടി നാം ഒരുപാട് പരിശ്രമം ചെയ്യേണ്ടതായിട്ടുണ്ട്. മശിഹായുടെ തിരുജനനത്തോട് ബന്ധപ്പെട്ട ചില വ്യക്തികളും അവരുടെ വ്യക്തിജീവിതം നമുക്ക് തരുന്ന ചില വിലപ്പെട്ട സന്ദേശങ്ങളും ഇന്ന് ധ്യാന വിഷയമാക്കാമെന്ന് വിചാരിക്കുകയാണ്. മശിഹായുടെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിലൊന്നാമത്തെ വ്യക്തി നിശ്ചയമായിട്ടും വിശുദ്ധ കന്യകാമർത്തമറിയം അമ്മയായിരിക്കണം. അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി മശിഹായുടെ തിരുജനനം നമ്മളെ പഠിപ്പിക്കുന്ന അതിമനോഹരമായ ചില പാഠങ്ങളുണ്ട്. മനുഷ്യബുദ്ധിക്ക് അസാധ്യമെന്ന് തോന്നുന്ന തികച്ചും അസാധ്യമായ ചില സംഗതികൾ ദൈവത്തിന് സുസാധ്യമാണെന്ന് വിശ്വസിച്ചവളാണ് വിശുദ്ധ കന്യകാമറിയം. എന്നാൽ ഇപ്രകാരം അത് വിശ്വസിപ്പാൻ ഇന്ന് നമ്മളിൽ ഒത്തിരി പേരും തയ്യാറല്ല, നമുക്കതിന് മനസ്സില്ല. ബുദ്ധിയുടെ അളവുകോൽ കൊണ്ട് അളന്ന് ബോധ്യപ്പെടാൻ കഴിയാത്തതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന, എൻ്റെ ബുദ്ധിക്കപ്പുറം യാതൊരു പ്രപഞ്ച ശക്തിയുമില്ലെന്ന് സ്വയം ചിന്തിക്കുന്ന
അതിനാൽ തന്നെ ദൈവമുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു ജനതയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുമ്പോൾ പോലും ഇങ്ങനെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണെന്ന് വിശ്വസിക്കുവാൻ അനേകം പേർക്ക് കഴിയുന്നില്ല. ഇടവകപ്പള്ളിയിൽ അംഗത്വമുണ്ട്, സഭയിൽ അംഗത്വമുണ്ട്, മാമോദീസ സ്വീകരിച്ചതാണ്, കൂദാശകളിൽ പങ്കെടുക്കുന്നുണ്ട്, അനുഷ്ഠാനങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ടെങ്കിലും അസാധ്യ കാര്യങ്ങളെ സുസാധ്യമാക്കി തീർക്കാൻ കഴിവുള്ള, മനുഷ്യബുദ്ധിക്ക് അതീതമായ ചില പ്രവർത്തനങ്ങൾക്ക് കഴിവുള്ളവനായൊരു കർത്താവ് ജീവിക്കുന്നുണ്ട് എന്ന ബോധം, അംഗീകാരം, ഉറപ്പ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇല്ല. എന്നാൽ വിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിൽ ഇത് വ്യക്തതയോടെ വെളിപ്പെട്ട് വരികയാണ്. ദൈവമായ കർത്താവ് അത് ചെയ്യാൻ മതിയായവനാണ്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് ദൈവത്തിൻ്റെ മാലാഖ അരുളി ചെയ്തപ്പോൾ ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാതെ ഇരിക്കെ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചവളാണ് മറിയ. എന്നാൽ മാലാഖ അവളോട് പറഞ്ഞു, അത് മനുഷ്യനാലല്ല ദൈവത്താൽ അത്രേ സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. നീ പ്രസവിക്കാൻ പോകുന്നത് മനുഷ്യ സന്തതിയല്ല, ദൈവപുത്രനെയാണ്. ദൈവമായ കർത്താവ് തൻ്റെ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അതിശ്രേഷ്ഠമായ പദ്ധതിയുടെ നിവർത്തീകരണത്തിനു വേണ്ടി ഭൂമിയിൽ മനുഷ്യാവതാരമെടുക്കുവാൻ നിന്നെ പാത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് മറിയ വിശ്വസിച്ചു, സമ്പൂർണമായും അവളത് അംഗീകരിച്ചു. ഇങ്ങനെ ദൈവമായ കർത്താവ് ഇത് ചെയ്യാൻ മതിയായവനാണ്, ഇപ്പോഴും അങ്ങനെ പ്രവർത്തിക്കാൻ മതിയായവനാണ്, അസാധ്യ കാര്യങ്ങളെ സുസാധ്യമാക്കാൻ മതിയായവനാണ്, മനുഷ്യബുദ്ധിക്ക് അതീതമായ പലതും ചെയ്തെടുക്കാൻ കഴിയുന്നവനാണെന്ന വലിയ സത്യം ഹൃദയത്തിൽ അംഗീകരിക്കാൻ ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ, ഈ ജനനപ്പെരുന്നാളിനെ ആചരിപ്പാൻ നാം ഒരുങ്ങുന്ന നാളുകളിൽ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ നമുക്ക് സാധിക്കണം. വിശുദ്ധ ദൈവമാതാവ് വിശ്വാസത്തിൻ്റെ വിളനിലമായി തന്നെ അവിടെ വെളിപ്പെടുത്തുകയാണ്. ആ നിലകളിലേക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണം കണ്ടെത്തുവാനാണ് ക്രിസ്മസ് ആചരിപ്പാൻ ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ നാം മനഃപൂർവ്വമായി ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധ കന്യകാമറിയം അമ്മ നമുക്ക് തരുന്ന രണ്ടാമത്തെ ഒരു ചിന്ത, ദൈവപദ്ധതിക്ക് താൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാലാഖയിലൂടെ അറിയുവാനിടയായ മറിയ തന്നെ സമ്പൂർണമായും ദൈവകരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു. ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ തിരുവചനം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, തിരുഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. സമ്പൂർണ്ണ സമർപ്പണമാണ് ഇപ്പോൾ മാതാവ് നടത്തുന്നത്. ഞാനെന്ന വ്യക്തി ഇനിയില്ല, എൻ്റെ വ്യക്തി താല്പര്യങ്ങളും ഇനിയില്ല, എൻ്റെ ഇംഗിതങ്ങളോ എൻ്റെ ഇച്ഛകളോ എൻ്റെ അഭിലാഷങ്ങളോ എൻ്റെ പ്രതീക്ഷകളോ ഇനിയില്ല, അതൊന്നും ഇനി വേണ്ട. ഞാൻ മുഴുവനും കർത്താവിൻ്റെ വകയാണ്, എൻ്റെ ജീവിതം മുഴുവനും കർത്താവിൻ്റെ വകയാണ്. ഒരു സമ്പൂർണ്ണ സമർപ്പണമാണ് പരിശുദ്ധ മറിയ ഇവിടെ നടത്തുന്നത്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ ധ്യാനമാണിത്. ഞാൻ എൻ്റെ വകയല്ല, എൻ്റെ ജീവിതം എൻ്റെ വകയല്ല, എൻ്റെ മുമ്പിലുള്ള സാധ്യതകളും എൻ്റെ വകയല്ല, ഞാൻ മുഴുവനും കർത്താവിൻ്റെ വകയാണ്. എൻ്റെ ജീവിതം ഇനി കർത്താവിനുള്ളതാണ്, തിരിഹിതമാണ് എന്നിൽ നിറവേറേണ്ടത്. അത് എത്രമാത്രം കൈപ്പേറിയതായാലും, എന്നെ എത്ര അളവിൽ വേദനിപ്പിച്ചാലും ഞാനതിൽ പരാതി പറയില്ല, പരിഭവം പറയില്ല. ദൈവഹിതത്തിന് എന്നെ തന്നെ സമ്പൂർണമായും സമർപ്പണം ചെയ്ത് ദൈവപദ്ധതിക്ക് ഞാൻ വിധേയപ്പെടുമെന്ന ഒരു സമർപ്പണത്തിലേക്ക് നാം എത്തണം. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി സമർപ്പിതനാകണം, നമ്മുടെ ഹിതമനുസരിച്ച് നിൽക്കണം, നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കണം, നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യീകരിക്കണം, നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നിവൃത്തിയാക്കി തരണമെന്നാണ് നമ്മുടെ ചിന്ത. ഞാൻ ദൈവത്തിന് സമർപ്പിക്കപ്പെടണം, ദൈവ ഇഷ്ടം എന്നിൽ നിറവേറണം, ദൈവഹിതം നിറവേറ്റാൻ ഞാൻ നിൽക്കണം, അതാണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. സ്വാർത്ഥതയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് സമർപ്പണം സാധ്യമാകയില്ല. അഹന്തയുള്ള ഏതെങ്കിലും ഒരാൾക്കും സമർപ്പണം സാധ്യമാകയില്ല. അഹന്തയും സ്വാർത്ഥതയും വെടിയുമ്പോഴാണ് ദൈവീക സന്നിധിയിൽ സമർപ്പണം ചെയ്യാൻ ഏതൊരാൾക്കും കഴിയുന്നത്. ഇന്ന് ഒരുപാട് പേര് സമർപ്പണത്തിൽ പരാജയപ്പെടുന്നതും ദൈവത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ കാര്യം സാധിച്ചെടുക്കുന്നതും ഈ ഒരു മനോഭാവം അവരിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്.
ദൈവമക്കളെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സ്വാർത്ഥത വല്ലാതെ കൂടുകൂട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ, എനിക്കുള്ളത്, എൻ്റെ സ്വന്തം, എൻ്റെ സ്വത്ത്, എൻ്റെ സാധ്യതകൾ, എൻ്റെ കഴിവുകൾ എല്ലാം എനിക്ക്, മറ്റുള്ളവർക്കൊന്നും വേണ്ട എന്ന ചിന്ത. സ്വയത്തിലേക്ക് ഒതുങ്ങിക്കൂടുക, സ്വയത്തെ വളർത്തുക, സ്വയത്തെ പുലർത്തുക, പുറമേ മറ്റൊന്നും ദർശിക്കുന്നില്ല. ഈ ചിന്താഗതി മാറണം. ഞാനെന്ന വ്യക്തി പോലും ദൈവത്തിൻ്റെ സൃഷ്ടിയും ദൈവത്തിൻ്റെ ദാനവുമാണ്. എനിക്കിന്നോളം ലഭിച്ചിട്ടുള്ള സകല വരദാനങ്ങളും എൻ്റെ ദൈവത്താൽ എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്. എൻ്റെ കണ്ണ് കാണുന്നുണ്ടെങ്കിൽ, കാത് കേൾക്കുന്നുണ്ടെങ്കിൽ, നാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ബുദ്ധി ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഇന്നോളം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവപദ്ധതി പ്രകാരമാണ്. ഞാനെന്ന വ്യക്തി ഇന്ന് നിലനിൽക്കുന്നതും ദൈവപദ്ധതി പ്രകാരമാണ്. ഇനി ഞാൻ നിലനിൽക്കേണ്ടതും ദൈവപദ്ധതി പ്രകാരമാണ്. അപ്പോൾ എൻ്റെ ജീവിതം ദൈവത്തിനുള്ളതാണെന്ന് സമർപ്പണം ചെയ്യുവാൻ ഈ ക്രിസ്മസിന് നാം ഒരുങ്ങുന്ന നാളുകളിൽ മശിഹായെ സ്വീകരിച്ച മാതാവിനെ പോലെ, മശിഹായെ സ്വീകരിച്ച് മശിഹൈക പദ്ധതിക്ക് വേണ്ടി തന്നെ സമർപ്പണം ചെയ്ത മാതാവിനെ പോലെ, മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഭൂമിയിൽ അവതരിപ്പാൻ വഴിയായി തിരഞ്ഞെടുത്തവൾ, ദൈവപുത്രൻ അമ്മയായവൾ, ദൈവത്തിന് ഭൂമിയിലേക്ക് വഴിയൊരുക്കിയവൾ, ദൈവമാതാവെന്ന് വിളിക്കപ്പെട്ടവൾ, ലോകമെങ്ങും പ്രശംസിക്കപ്പെട്ടവൾ, ഏറ്റവും പ്രഗത്ഭമതിയായവൾ, ആ മാതാവിൻ്റെ സമർപ്പണമാണ് അവളെ ഈ ഔന്നത്യത്തിലെത്തിച്ചത്. ഈ വിധത്തിലുള്ളൊരു സമർപ്പണമാണ് ദൈവമക്കളെ നമുക്ക് വേണ്ടത്. വിശുദ്ധ കന്യാമറിയത്തിൻ്റെ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടെത്തണം. അപ്രകാരം ഒരു സമർപ്പണത്തിന് നാം തയ്യാറാകുമെങ്കിൽ ഈ ആണ്ടിൽ മശിഹ പിറവി കൊള്ളുന്നത് നമ്മുടെ ഹൃദയത്തിനകത്തായിരിക്കും. മാതാവിൻ്റെ ഉദരത്തിലിറങ്ങി വസിച്ച് അവളുടെ മാറിൽ നിന്ന് പാല് കുടിച്ച് ഈ പ്രപഞ്ചത്തെ ശക്തികളെ നിയന്ത്രിപ്പാൻ അവൻ പ്രാപ്തനായി തീർന്നുവെങ്കിൽ ഈ കർത്താവ്, സർവ്വലോകങ്ങളുടെയും അധിപതിയൻ, രാജാതിരാജനും കർത്താധികർത്തനുമായവൻ എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയാന്തർഭാഗത്തിൽ ഇറങ്ങി വസിക്കണമെന്ന ഒരാന്തരിക ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ടൊരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ദിനങ്ങളായി, സ്വയം വിട്ടുകൊടുക്കലിൻ്റെ ദിനങ്ങളായി, സ്വാർത്ഥലാഭമോഹങ്ങൾക്കപ്പുറം, അഹന്തയ്ക്കും ഞാനെന്നതിനുമപ്പുറം, എൻ്റെ ദൈവമേ, ഞാനിവിടെ ഇല്ല, ഇനി ഞാനെന്നത് എനിക്കല്ല, നിനക്കുള്ളതാണ്, എനിക്കുള്ള സാധ്യതകളും എനിക്കുള്ളതല്ല, നിനക്കുള്ളതാണ്, ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായും പാദപീഠത്തിൽ സമർപ്പിക്കുന്നുവെന്ന അന്തരാത്മാവിൽ അർപ്പണം ചെയ്യുവാൻ ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക നാളുകളിൽ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. വിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മൂന്നാമതൊരു പാഠം ഈ ക്രിസ്മസിൻ്റെ ചിന്തകൾ നമുക്ക് തരുന്നുണ്ട്. മുന്നിൽ ഇനി വരാനിരിക്കുന്ന കാലം അത്ര നല്ലതല്ലെന്നും, സഹനത്തിൻ്റെ പരമ്പരകളാണ് തന്നെ കാത്തിരിക്കുന്നതെന്നും, വിവാഹ നിശ്ചയം കഴിഞ്ഞ് പുരുഷനുമായി കൂടി വരും മുമ്പ് ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്നറിഞ്ഞാൽ അഗ്നിശോധനയ്ക്ക് അവൾ വിധേയപ്പെടേണ്ടി വരുമെന്നും, മാത്രമല്ല ഒരുപക്ഷെ ന്യായപ്രമാണത്തിലെ പഠിപ്പിക്കലനുസരിച്ച് കല്ലെറിയപ്പെട്ടേക്കാമെന്നും പ്രാണഹാനി വരെ സംഭവിച്ചേക്കാമെന്നും മുൻകൂട്ടി അറിഞ്ഞിട്ടും തൻ്റെ മുന്നിൽ വരാനിരിക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തൃണവൽഗണിച്ച് തികഞ്ഞ വിശ്വാസത്തിൻ്റെ ഉറപ്പോടെ ജീവിതത്തിൻ്റെ ക്ലേശപരമായ പാതയിലേക്ക് ഇറങ്ങിത്തിരിപ്പാൻ എല്ലാ ധൈര്യവും കാണിച്ചവളാണ് വിശുദ്ധ കന്യകാമറിയം. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിൻ്റെ കർത്താവിനെ വിശ്വസിക്കുകയും കർത്താവിനെ സ്വീകരിക്കുകയും കർത്താവിന് അർപ്പണം ചെയ്യുകയും ചെയ്ത ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ തുടർന്നുള്ള യാത്ര സുഗമമായിരിക്കയില്ല. ലോകം അനുകൂലമായിരിക്കുമെന്നും എല്ലാവരും ഓശാന പാടുമെന്നും ആനന്ദകരമായൊരനുഭവം മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാകുമെന്നും ആരും നനയ്ക്കരുത്. മുന്നിൽ ഇനി വേട്ടയാടലിൻ്റെ പരമ്പരകളായിരിക്കും. കന്യകാമർത്തമറിയം അമ്മയുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് പീഡന പരമ്പരകളിലൂടെ, ശോധനകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. മാത്രമല്ല, അമ്മയാക്കപ്പെട്ട നാളുകളിൽ പോലും സഹിച്ച സഹനങ്ങൾക്ക് പൊറുതിയില്ലല്ലോ. ബെത്ലഹേമിൽ ചെന്ന് സ്വന്തം ജന്മദേശത്ത് പേർവഴി ചാർത്തണമെന്ന് ഔഗസ്തോസ് കൈസറിൻ്റെ കൽപ്പനയുണ്ടായ കാലത്ത് നസറേത്തിൽ നിന്ന് ബെത്ലഹേം വരെ നടന്നുപോയ വഴിയുടെ ദൈർഘ്യം, അന്നനുഭവിച്ച വേദന, അവിടെ തൻ്റെ മകന് ജന്മം കൊടുക്കുവാൻ ഒരു ഇല്ലം കിട്ടാതെ, ഒരിടം കിട്ടാതെ, ഒരു സത്രം കിട്ടാതെ അവസാനം പെരുവഴിയോരത്ത് അവനെ പ്രസവിച്ച് കന്നുകാലിത്തൊഴുത്തിലെ പുൽക്കുറുമ്പിൽ അവനെ കീറത്തുണിയിൽ പൊതിഞ്ഞ് കിടത്തി മുട്ടിൽ നിന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യുമ്പോഴും പരാതികളില്ലാതെ സഹനത്തിൻ്റെ പരമ്പരകൾ ഏറ്റെടുത്ത കന്യക, ഈറ്റുനോവ് മാറും മുമ്പ്
ഹെരോദ രാജാവ് കുഞ്ഞിനെ കൊല്ലാൻ ആലോചിക്കുന്നുവെന്ന് ദൂതൻ മുഖേന അറിയിപ്പ് കിട്ടിയപ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ കൈപിടിച്ച് കാനനപാതകളിലൂടെ മരുഭൂമിയുടെ നെറുകയിലൂടെ ചുട്ടുപൊള്ളുന്ന തീച്ചൂളയ്ക്കൊത്ത മരുഭൂമിയിലൂടെ മിസ്രയീമിലേക്ക് ഓടിപ്പോയ കാലത്ത് അകത്തും പുറത്തും തീയായിരുന്നു. ഉള്ളിൽ ആളിക്കത്തുന്ന പരിഭ്രമത്തിൻ്റെ തീ, പുറത്ത് ചുട്ടുപൊള്ളുന്ന സൂര്യൻ്റെ തീ. ഇതിൻ്റെ മധ്യത്തിലൂടെ സഹന പരമ്പര സഹിച്ചാണ് ആ യാത്ര സംഭവിച്ചത്. അവിടെ ചെന്ന് ഒളിവിടത്തിൽ താമസിച്ചു. ഹെരോദാവിൻ്റെ നിര്യാണമറിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവൻ്റെ മകനായ അർക്കലേവോസ് അവിടെ വീണ്ടും നാടുവാഴുന്നു എന്നറിഞ്ഞ് അപ്പൻ്റെ ബാക്കി മകനിലുണ്ടെങ്കിലോ എന്ന് ആലോചിച്ചിട്ട് ബെത്ലഹേമിലേക്ക് തിരികെ പോകാതെ വഴിമാറി നസറേത്തിൽ ചെന്ന് ഒരു തച്ചൻ്റെ പണിപ്പുരയിലൂടെ ഒരു ആശാരിച്ചെറുക്കനായി യേശുക്രിസ്തു വളരുമ്പോൾ അമ്മയുടെ ഉള്ളിൽ തീ കത്തുന്നുണ്ടായിരുന്നു. ഈ അമ്മയുടെ ജീവിതം മുഴുവൻ സഹന പരമ്പരകളാണ് പ്രിയപ്പെട്ടവരെ. ഈ തിക്താനുഭവങ്ങളിൽ ഒന്നും അമ്മ ഭയപ്പെട്ടില്ല, അതിലൊന്നും പതറിയില്ല. നമ്മുടെ ക്രിസ്മസ് ആചരിപ്പാൻ നാം ഒരുങ്ങുന്ന ഈ നാളുകളിൽ ജീവിതത്തിൻ്റെ സഹന പരമ്പരകളിൽ തളരാത്ത, തകരാത്ത, കോടിപ്പോകാത്ത, വാടിപ്പോകാത്ത, നെഞ്ചുറപ്പുള്ള, കരളുറപ്പുള്ള, വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള ദൈവമക്കളായി നാം തീരണം. അപ്രകാരം ഒരു കണ്ടെത്തലിലേക്കും സമർപ്പണത്തിലേക്കുമാണ് ക്രിസ്മസിൻ്റെ നാളുകൾ നമ്മെ കൊണ്ടുചെന്നെത്തിക്കേണ്ടത്. കർത്താവിനെ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ലോകം അനുകൂലമായിരിക്കുകയില്ല. കർത്താവിനെ ഉള്ളിൽ വഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലോകം വെച്ചിരിക്കുന്നത് കുറേ സഹനങ്ങളും, കുറേ പീഡനങ്ങളും, കുറേ തിരസ്കരണങ്ങളും, കുറേ വേട്ടയാടലുകളുമാണ്. ഇത് അറിഞ്ഞിരിക്കണം. എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിനെ വിട്ട് പിന്മാറുകയില്ല എന്ന്, വിശുദ്ധി വിട്ട് പിന്മാറുകയില്ല എന്ന്, സമർപ്പണം വിട്ട് പിന്മാറുകയില്ല എന്ന്, എൻ്റെ ദൈവസന്നിധിയിൽ ഞാനെടുത്ത തീരുമാനം വിട്ട് പിന്മാറുകയില്ല എന്ന് അന്തരാത്മാവിൽ ഉറപ്പിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് ഭാഗ്യമുണ്ടാകണം. അങ്ങനെ വിശുദ്ധ കന്യകാമൃതമറിയാം അമ്മയുടെ ജീവിതം നമുക്ക് തരുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി വെച്ചുകൊണ്ട് മശിഹായുടെ തിരുപ്പിറവിക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. അപ്പോൾ തന്നെ മശിഹായുടെ ജനനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വേറെ ഒരു സമൂഹമാണ് ആട്ടിടയന്മാരുടെ സമൂഹം. മാതാവ് ഒന്നാമത്തെ വ്യക്തിയാണെങ്കിൽ ആട്ടിടയന്മാർ അതിൽ രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടാം ഭാഗത്ത് വരുന്ന വ്യക്തിത്വങ്ങളാണ്. ആട്ടിടയന്മാർ നമുക്ക് ചില മനോഹരമായ സന്ദേശങ്ങൾ തരുന്നുണ്ട്. ആട്ടിടയന്മാർ തരുന്ന ഒന്നാമത്തെ സന്ദേശം മാതാവ് തന്നത് തന്നെയാണ്. ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പാടുന്നത് കേട്ട് അത്ഭുത പരതന്ത്രരായി നിന്ന ആട്ടിടയന്മാരോട് നിങ്ങൾ ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ ബെത്ലഹേമിൽ നിന്ന് നിങ്ങൾക്കായി പിറവി കൊണ്ടിരിക്കുന്നുവെന്ന് അരുൾ ചെയ്തപ്പോൾ അവരത് വിശ്വസിച്ചു. സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്ന് അരുളി ചെയ്തതായ ദൈവപുത്രൻ്റെ തിരുപ്പിറവിയെ സംബന്ധിച്ചുള്ള മനോഹരമായ ദൂത് അവർ വിശ്വസിച്ചു, അവരത് അംഗീകരിച്ചു. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഇതുവരെ അത് വിശ്വസിച്ചിട്ടില്ല. മശിഹ ഈ ഭൂമിയിൽ ഒരു കന്യകയിൽ നിന്ന് ജന്മമെടുത്തു എന്ന് പലരും ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. ഒരു കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുക എന്നുള്ളത് ബുദ്ധിപരമായി അളന്നു നോക്കിയാൽ ഒരിക്കലും സംഭവ്യമല്ല എന്ന് ഉള്ളം പറയുന്ന ഒറ്റ കാരണത്താൽ അത് അങ്ങനെ ആയിരിക്കില്ല സംഭവിച്ചതെന്ന് ചിന്തിക്കുന്നവരാണ് ക്രിസ്ത്യാനിയുടെ വേഷം കെട്ടി നടക്കുന്ന ഒരുപാട് ആളുകളും. എന്നാൽ അത് തന്നെയാണ് സംഭവിച്ചത്. ദൈവപുത്രൻ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചിരിക്കുന്നു. മാനവകുലത്തെ പരിത്രാണം ചെയ്ത് പറുദീസയുടെ പരമാനന്ദത്തിലേക്ക് പുനഃപ്രവേശനം നൽകുവാൻ പരിശുദ്ധനായ ദൈവം പരത്തിൽ നിന്ന് പാരിലിറങ്ങി വന്നിരിക്കുന്നു. വാസ്തവമായിട്ടും അവരത് വിശ്വസിച്ചു. അങ്ങനെ തന്നെ അവരത് അംഗീകരിച്ചു. ദൈവത്തിൻ്റെ അരുളപ്പാടുകളും ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ വചനവും വിശ്വസിക്കാനുള്ള തീരുമാനമാണ് ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നമുക്കുണ്ടാകേണ്ടത്. അതിനെ ചോദ്യം ചെയ്യുകയല്ല, അംഗീകരിക്കുക, വിശ്വസിക്കുക, അതിന് വഴങ്ങുക, കീഴടങ്ങുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അവർ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ആ വിശ്വസിച്ചത് അവർ തെളിയിച്ചു. അതാണ് രണ്ടാമത് ഈ ഇടയന്മാർ നമുക്ക് തരുന്ന ചിന്ത. അവരെ രാത്രിയിൽ തങ്ങളുടെ ആടുകളെ വിട്ടിട്ട് അവർ ഈ പിറന്നു വീണ ശിശുവിനെ കാണുവാൻ ബെത്ലഹേം വരെ പോയി. ദൈവമക്കളെ അറിഞ്ഞ ദൂത് ആക്കിയവരാണ് ഈ ദൂതന്മാർ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിയാനിടയായ പരമസത്യങ്ങളെ പ്രവൃത്തിപഥത്തിലെത്തിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുള്ളവരല്ലേ?
തിരുത്തപ്പെടേണ്ടതുണ്ട്. നാം കേട്ട ദൂതുകൾ, ദൈവം നമ്മെ കേൾപ്പിച്ച ദൂതുകൾ, സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്ന് പറഞ്ഞത് അല്ല, ഭൂമിയിൽ ദൈവം എഴുന്നേൽപ്പിച്ച ദൂതന്മാർ പറഞ്ഞത്, സുവിശേഷകന്മാർ പറഞ്ഞത്, ധ്യാനഗുരുക്കന്മാർ പറഞ്ഞത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് വിശ്വസിക്കണം, അത് അനുസരിക്കണം. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണുമെന്നാണ് ദൂതൻ പറഞ്ഞത്. അവർ ചെന്നു, കണ്ടു. അത് കേട്ടത് വിശ്വസിക്കുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുക കൂടെ ചെയ്തു. നമ്മൾ പലപ്പോഴും വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ പ്രാവർത്തികമാക്കിയിട്ടില്ല. ചിലരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. ദൈവമക്കളെ വിശ്വസിക്കുക, പ്രവൃത്തിപഥത്തിലെത്തിക്കുക. ഇടയന്മാർ അത് നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്, ആട്ടിടയന്മാർ നമുക്ക് വളരെ മനോഹരമായ ഒരു ചിന്ത തരുന്നുണ്ട് ഈ ഒരുക്കനാളുകളിൽ. അവർ കണ്ടത്, അവർക്ക് ബോധ്യപ്പെട്ടത് അവർ മൂടിവെച്ചില്ല, അവർ ലോകമെങ്ങും ചെന്ന് അറിയിച്ചു. ഇടയന്മാർ സകലരോടും ചെന്ന് പറഞ്ഞു, ഞങ്ങൾ മശിഹായുടെ തിരുപ്പിറവി കണ്ടിരിക്കുന്നു. രാജാതിരാജൻ, കർത്താതികർത്തൻ, സർവ്വലോകങ്ങൾക്കും അധിപതിയായവൻ കന്യകയിൽ പിറവിയെടുത്തിതാ കല്ലിടാവിൽ ഞങ്ങളവനെ കണ്ടു. ദൈവമക്കളെ, അറിഞ്ഞ സത്യം, കണ്ട സത്യം, ബോധ്യപ്പെട്ട സത്യം, വിശ്വസിച്ച സത്യം വിളംബരം ചെയ്യുക എന്നൊരു ചിന്ത ഇടയന്മാർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ വിളംബരം ചെയ്യൽ നമ്മുടെ കർത്തവ്യമാണ്, അത് മറന്നുകൂടാ. ദൈവിക പദ്ധതി പ്രകാരം ദൈവദൂതൻ നമ്മെ അറിയിച്ച ആ മനോഹരമായ വിലപ്പെട്ട ദൂത് നമ്മുടെ ജീവിത സാക്ഷ്യമായി മാറണം. മാനവകുലൻ രക്ഷപ്പെടാൻ പോകുന്നു, മശിഹ സംജാതം ചെയ്തിരിക്കുന്നു. വ്യക്തമായി അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. നാം ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരാകണം. ഈ ലോകത്ത് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം അതാണ്, രക്ഷിതാവിനെ സാക്ഷിക്കുന്നവരാകണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമ്മളത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ക്രിസ്ത്യാനിയായി തീർന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അവർ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു വലിയ സംഗതിയാണ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. ഇതൊരാൾക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ അവർ ഇപ്പോഴും വാസ്തവമായിട്ടും ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല, ക്രിസ്ത്യാനിയായി തീർന്നിട്ടില്ല. ക്ഷമിക്കണം, അതാണ് സത്യം. അവർ കർത്താവിനെ സാക്ഷിച്ചു. മാത്രമല്ല, അവർ കർത്താവിന് മഹത്വം കരയേറ്റുകയും അവനെ പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് മടങ്ങിപ്പോയി എന്ന് ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവർ അവന് മഹത്വം കരയേറ്റുകയും അവനെ പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് മടങ്ങിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രം ചെയ്ത നല്ല തമ്പുരാന് നിരന്തരമായി ആരാധന കരയേറ്റുവാൻ, നമ്മുടെ അധരങ്ങളാലും നമ്മുടെ ജീവിതത്താലും നമ്മുടെ സാധ്യതകളാലും അവനെ പുകഴ്ത്തുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാനാണ് ഈ ആട്ടിടയന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന, അലഞ്ഞു തിരിയുന്നവരും ദേശാന്തരികളുമായിരുന്ന, സ്വന്തമായി ഒരു ദേശത്ത് കുടിവാർപ്പില്ലാത്ത, സ്വന്തമായി അവകാശപ്പെടാൻ അഡ്രസ്സില്ലാത്ത പാവങ്ങളിൽ പാവങ്ങളും സാധുക്കളിൽ സാധുക്കളും അന്യരും പരദേശികളുമായി അലഞ്ഞു നടന്നവരുമായ ആട്ടിടയന്മാർ പഠിപ്പിക്കുന്നു, ജീവിതത്തിൽ ദൈവമഹത്വം കണ്ടെങ്കിൽ, അത് ബോധ്യപ്പെട്ടെങ്കിൽ അവനെ ആരാധിക്കണം, അവന് മഹത്വപ്പെടുത്തണം, അവന് പുകഴ്ച കരയറ്റണം, അവനെ സ്തുതിക്കണം. ഈ നാളുകളിൽ ദൈവമക്കൾ ഒത്തിരി പേരുടെ നാവിലും ഹൃദയത്തിലും ആരാധനയില്ലല്ലോ. ദൈവമക്കളെ പലപ്പോഴും ദൈവസന്നിധിയിൽ വരുന്നത് ആരാധിപ്പാനല്ല, പിന്നെയോ അവരുടെ നിവേദനങ്ങൾ കൊടുത്ത് അതിന് മറുപടി വാങ്ങാനാണ്. ആരാധിക്കാൻ ദൈവത്തിൻ്റെ അടുത്ത് വരുവിൻ, ലോകം മുഴുവനും ദൈവത്തിനുള്ള ആരാധന കൊണ്ട് നിറയ്ക്കുവിൻ. ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കന്യകമറിയാമമ്മയും ഈ ആട്ടിടയന്മാരും തന്ന വിലപ്പെട്ട സന്ദേശം നാം ഏറ്റെടുക്കണം. കർത്താവിൻ്റെ അരുളപ്പാടുകൾ വിശ്വസിക്കുക, അത് പ്രവൃത്തിപഥത്തിലെത്തിക്കുക, കർത്താവിൻ്റെ സാക്ഷികളാവുക, കർത്താവിനെ ആരാധിക്കുക. ഈ ചിന്തകളെല്ലാം ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് ആധ്യാത്മിക നിറവിൻ്റെ, വിശുദ്ധിയുടെ, ഒരുക്കത്തിൻ്റെ നല്ല നാളുകളായി ഇതിനെ തീർത്തുകൊണ്ട് മശിഹായുടെ തിരുപ്പിറവി നമ്മുടെ ഹൃദയത്തിലായിരിക്കട്ടെ എന്ന് നമുക്ക് നനയ്ക്കാം, നമുക്ക് ആശിക്കാം, നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ ഒരു ഒരുക്കത്തിനായി എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും മുൻകൂട്ടി മശിഹായുടെ ജന്മദിനത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ സമയത്ത് ഞങ്ങളെ കേൾപ്പിച്ച ഈ അനുഗ്രഹീതമായ സന്ദേശത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടിരിക്കുന്നു.
മശിഹായുടെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട വിശുദ്ധ കന്യകമറിയാവിൻ്റെ ജീവിതത്തിൽ നിന്നും ആട്ടിടയന്മാരുടെ ജീവിതത്തിൽ നിന്നും വളരെ മധുരമനോഹരമായ ചില ചിന്തകൾ ഞങ്ങൾക്ക് വേണ്ടി പകുത്തു തന്നല്ലോ. ഈ കേട്ട ദൂതെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി വിശുദ്ധ ദൈവമാതാവിനെ പോലെ, ഭക്തരായ ആട്ടിടയന്മാരെ പോലെ, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരും കർത്താവിന് സമർപ്പിക്കപ്പെട്ടവരും കർത്തൃകൽപ്പന പ്രാവർത്തികമാക്കുന്നവരും കർത്താവിനെ സാക്ഷിക്കുന്നവരും കർത്താവിനെ വഹിക്കുന്നവരും കർത്താവിനെ പുകഴ്ത്തുന്നവരും കർത്താവിനെ വിളംബരം ചെയ്യുന്നവരുമായി ഞങ്ങളുടെ ശിഷ്ടകാലം ജീവിപ്പാനും ഈ തികഞ്ഞ സമർപ്പണത്തോടെ അങ്ങയെ സ്വീകരിപ്പാനും ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ദൂരെ 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 മിന്നിത്തെന്നും താരങ്ങൾ കേൾക്കുന്നിതാ, ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം. മഞ്ഞണിയുന്ന ഈ സുദിനം മാനവരക്ഷകൻ പിറന്ന ദിനം. ഒന്നായി ഒന്നായി ചേർന്നിടാം, ആമോദത്തോടൊന്നായി പാടിടാം. ഒന്നായി ഒന്നായി ചേർന്നിടാം, ആമോദത്തോടൊന്നായി